ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പുതിയൊരു ചാലഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ ചാലഞ്ച്? 12 hours no sleeping challenge. അപ്പൊ ഞങ്ങൾ 12 hours നോ സ്ലീപ്പിംഗ് ചാലഞ്ച് ചെയ്യാൻ പോകും ഗൈസ്. അപ്പൊ ഇന്ന് 10 മണി തൊട്ട് നാളെ രാവിലെ 10 മണി വരെ ചെയ്യുന്നേ. അതെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. എന്നിട്ട് നമുക്ക് 24 hours പോവാം കേട്ടോ. ഇപ്പൊ കറക്റ്റ് ഗൈസ് 10 മണി ആയിട്ടുണ്ട്. 10:05 ആയിട്ടോ. ഞങ്ങൾ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴത്തേനും സമയം. അപ്പൊ ഞങ്ങള് നൈറ്റ് 10 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ 10 o'clock വരെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. എന്താവും അറിയില്ല. അമ്മൂസൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗിലാണ്. 1000 രൂപയാണ് ബെറ്റ്. ജയിക്കുന്ന ആൾക്ക് ഞങ്ങൾ 1000 rupees കൊടുക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെ എല്ലാവരും ജയിക്കാതെ 1000 രൂപ വീതിച്ചെടുക്കും. എല്ലാവരും കഷ്ടപ്പെടുന്നത്. അപ്പൊ എല്ലാവരും അമ്മൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ ചാലഞ്ച് കഴിഞ്ഞ ചാലഞ്ച് നിങ്ങൾ കണ്ട പോലെ തന്നെ ഈ ദേഹവും ഉണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഇന്ന് ചെയ്യാൻ ചെയ്തു. ഞാൻ കഴിഞ്ഞ ഞങ്ങൾ 3 പേരായിരുന്നു. ഇത് അച്ഛനും കൂടെ ഉണ്ട് കേട്ടോ. അമ്മൂസും ഉണ്ട്. ആരാണ് ലാസ്റ്റ് വരെ ഉറങ്ങാതിരിക്കുന്നത് അവർക്ക് 1000 രൂപയും കൊണ്ട് പോവാം. അതാണ് നമ്മൾ ഉറക്കാനൊക്കെ നമ്മൾ ശ്രമിക്കും. പിന്നെ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ ആദ്യം വിചാരിച്ചു രാവിലെ ഇട്ട് ചെയ്യാന്നായിരുന്നു. പിന്നെ രാവിലെ വേണ്ട വെച്ചാൽ രാവിലെ നമ്മൾ ഉറങ്ങത്തില്ലല്ലോ. അതുകൊണ്ട് വിചാരിച്ചു രാത്രി ചെയ്യണം. അപ്പൊ ഞങ്ങള് 10 മണി എടുത്തിട്ടുണ്ട്. 10 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 10 മണി വരെയാണ് ടാർഗറ്റ്. അവിടെ ആരൊക്കെ ഇരിക്കുന്നോ അവർക്ക് അങ്ങ് പൈസയും കൊണ്ട് പോവാം. കൂടുതൽ പ്രൈസ് ഞങ്ങൾ വെക്കാത്തെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ ഉണ്ടല്ലോ മത്സരത്തിന്. അന്നേരം നമ്മള് പിള്ളേർക്ക് ഫസ്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൈസ കഴിഞ്ഞാൽ ദുരുപയോഗം ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ എമൗണ്ട് ആണ് വെച്ചിരിക്കുന്നത്. അതെ, ജയിച്ചാല് അമ്മയും കൊണ്ടുപോകും, അച്ഛൻ കൊണ്ടുപോകും, ഞങ്ങളിവിടെ ഇരിക്കും. അപ്പൊ അമ്മൂസ് ഇപ്പോഴേ പറഞ്ഞിരിക്കുകയാണ് അമ്മൂന് തന്നെ വേണം, എന്തൊക്കെയോ വാങ്ങണമെന്നൊക്കെ പറഞ്ഞിരിക്കും. ഞാൻ ഉറങ്ങത്തില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഗൈസ് ഏറ്റവും ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ട് രാത്രി ഉറങ്ങാത്ത ഞാൻ തന്നെ ജയിക്കും. രാത്രി ഉറക്കം വരത്തില്ല. അമ്മയോ? അമ്മ എങ്ങനെയാ? അമ്മ ഞാനൊരു 12 മണി വരെയൊക്കെ നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും. നീയോ? നിനക്കോ? ഞാനൊരു ദിവസം രാത്രി മൊത്തം ഇരുന്നിട്ടുണ്ട്. വെറുതെയോ? ഇരിക്കുന്ന നിന്റെ ഒരു കോൺഫിഡൻസ് അത് ഞാൻ തകർത്തിരിക്കും. ഇതൊക്കെ കൊടുത്തിട്ട് ഞാൻ ലാസ്റ്റ് ഉറങ്ങാൻ പോകും. ഉറങ്ങാൻ അച്ഛനായിരിക്കും. ഇപ്പോഴേ ഉറക്കം വന്നിരിക്കുക. അപ്പൊ ഗൈസ് ഞങ്ങൾ ചാലഞ്ചിലോട്ട് പോവാ. ഞാനൊക്കെ ഉറങ്ങില്ല നമുക്ക് കാണാം. ചാലഞ്ച് സ്റ്റാർട്ട് ആയിരിക്കുന്നു. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്. സമയം കണ്ടല്ലോ. ഇത് നാളെ രാവിലെ. അതുവരെ ഇരുന്നാലേ 1000 രൂപ എന്തിയേ? ഇത് എന്തിയേ? പൈസ എന്തിയേ? പൈസ എന്തിയേ? കണ്ടോ? ഇത് എനിക്ക് വേണ്ടി എന്നെ കാത്തിരിക്കുകയാണ് ഗൈസ്. അമ്മൂസ് ഇപ്പോഴേ കയ്യിലാക്കി വെച്ചിരിക്കുകയാണ്. അമ്മൂസ് ഇപ്പൊ ഉറങ്ങുന്നേ ഉള്ളു. ഉറങ്ങി 1000 രൂപ കിട്ടുമെന്നല്ല കേട്ടോ പറഞ്ഞേ. കണ്ണടച്ച പോയി. അയ്യടാ കണ്ണ വേണ്ട. അരമണിക്കൂർ ഉറങ്ങും. ഞങ്ങൾ പോയി കട്ട് ചെയ്തിട്ട് ഇങ്ങ് വരാം. എന്നിട്ട് 1000 രൂപ ഇപ്പോഴേ പൈസ പിടിച്ചോണ്ടിരിക്കുകയാണ് ഒരാള്. അത് നിനക്കാണോ നിന്റെ വിചാരം? ഇവിടെ അവള് കണ്ണാടിയൊക്കെ വെച്ചിട്ടാ വന്നേക്കുന്നത്. എന്തിനാണോ? നിന്നെയാ 2 പേരും. എന്താണ് മിണ്ടായിരിക്കുന്നത്? എന്താ മിണ്ടായിരിക്കുന്നത്? എന്തെല്ലാം കൊണ്ട് പറഞ്ഞേ. എന്റർടൈൻമെന്റ് വേണ്ട. ക്യാരംസ് കളിക്കും. ക്യാരം ബോർഡ് ഇല്ല, ഒന്നുമില്ല. TV യൂസ് ചെയ്യാൻ പറ്റില്ല. അതെ, ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. TV യൂസ് ചെയ്യാം. ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. TV നമുക്ക് യൂസ് ചെയ്യാം. അത് ഇപ്പഴല്ല, നമുക്കൊരു 2 മണിയൊക്കെ ആകുമ്പോ നമുക്ക് യൂസ് ചെയ്യാം. എന്താ ഇങ്ങനെ ഗ്ലാസ് ഉപയോഗിക്കാം. പക്ഷെ ആ ഗ്ലാസ് ഉപയോഗിച്ച് ഉറങ്ങിയാൽ അത് നല്ല കോമഡി. ഒന്നും നടക്കത്തില്ല. അമ്മക്ക് എന്താ? അച്ഛൻ ഉറങ്ങി നമുക്ക്. അമ്മ തുടക്കത്തിൽ ഉറങ്ങാൻ ഞാൻ വിടത്തില്ല. അച്ഛനൊരു 3 മണിയൊക്കെ ആകുമ്പോ കിടന്ന് ഉറങ്ങിക്കോ. നല്ല കളി. 19s 18s ഇതാണ്ട കളിക്കുന്നത്. കണ്ണാടി വെച്ച് കരയുന്ന ആളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അത് ആരും കാണാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ ചാലഞ്ചിൽ അമ്മയുടെ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്ത് പാട്ടമ്മ? പേടിപ്പിക്കാൻ വേണ്ടിട്ട് അറിയാതെ കഴിഞ്ഞപ്പം ആ പ്രേതം അവിടെ തന്നെ നിന്നില്ലേ കുറേ സമയം. ആർക്കും സംശയമില്ലല്ലോ അത് റിയലാന്ന്. കണ്ണു തിരുന്നത് ഉറങ്ങാന്ന് വിചാരിക്കണ്ട.
10 മണി ആയിട്ടുള്ളൂ. എന്ത് പറഞ്ഞ അഭിനയ സഖി. ഇന്ന് 12 മണിക്കൊക്കെ ഇല്ലേ ഉറങ്ങാൻ? പിന്നെന്താ ഇന്ന് മാത്രം 10 മണി ആയപ്പോഴേ ഉറക്കം വരുന്നേ? ദോശ ചതിച്ച് ഇങ്ങനെ ഇരുന്നാ മതി. ആരിലൊക്കെ പോയി കിടന്ന് ഉറങ്ങ്. കാണുമോ? അല്ല വേണ്ട, ബെറ്റ് വേണ്ട, നമുക്ക് അല്ലാതെ നമുക്ക് ശ്രമിക്കാം. ബെറ്റ് വെച്ചോണ്ടല്ലോ അമ്മ വാശി കയറി ഉറങ്ങിയിരിക്കും. അതുകൊണ്ട് വേണ്ട, എനിക്ക് 1000 രൂപ വേണം. ആ കണ്ടാ മതി. ലാസ്റ്റ് കണ്ടേ ഉറങ്ങിക്കഴിഞ്ഞ ഇതെടുത്ത് ഞാൻ വെച്ച് എഡിറ്റ് ചെയ്തു. ഉറക്കമെന്ന് പറയല്ലേ, അങ്ങനെ ഉറക്കം പറയാൻ എനിക്ക് ഉറക്കം. ആ അത് മതി, അത് മതി, നമുക്ക് ഉറങ്ങാന്നേ. ഞാനോ കാണണോ? ഞാൻ ഉറങ്ങത്തില്ല, ഉറങ്ങത്തില്ല. കാണാൻ എന്താ ഇന്ന് ഉച്ചക്ക് നല്ലോണം കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് ഞാൻ ഉറങ്ങത്തില്ല. അത്ര കോൺഫിഡൻസ് ആണോ? അത് തകർത്തുനിന്ന് കാണിച്ചു തരാം ഞാൻ. അല്ല അച്ഛൻ ഉറങ്ങുന്ന അച്ഛൻ അറിയാലോ. ഇപ്പൊ അമ്മ അച്ഛൻ ഉറങ്ങുന്നതിൽ അച്ഛന് ഫുൾ കോൺഫിഡൻസ് ഉണ്ടായി. പക്ഷെ നന്ദി കിളികളൊക്കെ നല്ല കോമഡി. ഇപ്പൊ ഇവർക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റും. ഒരു 1-2 മണിയാകുമ്പോ കാണാവേ ഇവിടെ പലരും തൂങ്ങിയിരിക്കുന്നേ. കണ്ണടച്ച് 2 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ തോറ്റ്. കേട്ടല്ല? അങ്ങനൊന്നും ഇല്ലതല്ലേ. കണ്ണടച്ച് 2 മിനിറ്റ് ഇരുന്ന തോറ്റ്. പിന്നെ എനിക്ക് എന്തുണ്ടല്ലോ ഇങ്ങനെ ഉറക്കം വരാറില്ല. നല്ല കാര്യം അമ്മ. അത് ആയിരിക്കും. എനിക്ക് ചാലഞ്ച് തുടങ്ങിയപ്പോഴേ അമ്മ എനിക്ക് ചാലഞ്ച് തുടങ്ങിയപ്പോ ഇവിടെ നിന്നില്ലാത്തൊരു വല്ലായ്മ വന്നായിരുന്നു. പിന്നെ പിന്നെ അതങ്ങ് പോയി. എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം വരുമെന്ന്. എന്റെ കണ്ണ് എവിടെ ചുമന്ന്? എന്റെ കണ്ണിന് ഒരു പ്രശ്നം. അമ്പാടിക്കല പതിനൊരിക്കല കയറുന്ന റൂമിലോട്ട്. എനിക്ക് ഉറക്കൊന്നുമില്ല കേട്ടോ. ഞാൻ ഉറങ്ങത്തില്ല. നിങ്ങളെയൊക്കെ കണ്ടാ മതി ഇതേപോലെ കേട്ടോ. വേണ്ട, ഇപ്പൊ അന്നെ പന്താണ് ഇതിനെല്ലാം കാരണം. ഉപേക്ഷിക്കാം. നീ ഉറങ്ങിയിരിക്കുന്ന ഉറപ്പാ? ഓ ഉറപ്പാ. ഞാൻ 1000 രൂപ കൊണ്ടേ കൊടുത്തു. ഇപ്പൊ 10:30 ആയിട്ടുണ്ട്. അരമണിക്കൂറിൽ തന്നെ ഒരാൾ ഔട്ടായിരിക്കുന്നു. ഇത് പറഞ്ഞേ ഒട്ടും അത് എടുത്ത് മാറ്റി വെക്കണം. അപ്പൊ ഒട്ടത്തില്ല. ഇപ്പഴേ പൊട്ടിച്ച് ഇപ്പഴേ അമ്മൂസ് പൈസ കണ്ടു ജയിക്കുന്നവർക്ക് തരത്തോളൂ. തരത്തോളൂ. ഇപ്പഴേ കണ്ണു വെക്കണ്ട. ഇപ്പഴേ പൈസയിൽ കണ്ണു വെക്കണ്ട കേട്ടോ. എത്ര നേരം മക്കൾ ഉറങ്ങായിരിക്കും? രാവിലെ 10 മണി വരെ ഉറങ്ങായിരിക്കുവോ? സമ്മാനം കൊണ്ടേ പോ. ഇതിന് വരെ എത്ര ഇപ്പൊ എല്ലാവരും ജയിച്ചെന്തോ 2, 4, 5 പേർക്ക് 1000 രൂപ ഡിവൈഡ് ചെയ്ത് എത്ര രൂപ വെച്ച് കിട്ടും? അമ്മൂസ് ഭയങ്കര ആക്റ്റീവ് ആണല്ലോ. ഒരു ഉമ്മ തരട്ടെ. വാ അങ്ങോട്ട്. എങ്ങനെ തുടങ്ങുന്ന എങ്ങനെ മറന്നു? പേര് ഇതണ്ടേ വാങ്ങിയോ? ഞാൻ ക്ലോസ് ചെയ്യുന്നില്ല. അമ്മയ്ക്ക് എന്തുവാ? അജി ഇംഗ്ലീഷ് മലയാളം മതിയായിരുന്നു. നിങ്ങൾ 3 പേരും പിടിച്ചോ. അമ്മ പിടിച്ചോ. ഞാൻ കുലുക്കിയിടാം. ഓ ഈ കളി എനിക്ക് മനസ്സിലായി. ഞങ്ങളും പണ്ട് കളിച്ചിട്ടുള്ളതാണ് കളനും പോലീസും. ഇവിടെ മന്ത്രിന്ന് വിളിച്ചു പറയുക. കള്ളന്റെ ഇത് തന്നേ കള്ള. ഇവിടെ എല്ലാം ഒരേപോലെ. അമ്മ എടുത്താണോ? ആരാണ് പോലീസ്? കുഞ്ഞാണ് പോലീസ്. ഇതിനകത്ത് ആരെ കള്ളനെന്ന് കണ്ടുപിടിച്ചേ മക്കള്? ആരാ കള്ളൻ? അല്ല അല്ല അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ പറഞ്ഞേ. അല്ലല്ല അച്ഛൻ ഞങ്ങളിൽ ആരാ കള്ളന്ന് കണ്ടുപിടിക്കും. നിങ്ങൾ
അച്ഛൻ കഴിഞ്ഞ് ഞാനാണ് അച്ഛനെ ഫസ്റ്റ്. പോലീസുകാരനെ തടവടിക്കൂ, തടവിലെത്തിക്കൂ. അച്ഛൻ എത്ര രൂപയാ? എനിക്ക് 1000. എനിക്കൊന്നും എനിക്ക് മുട്ട. എനിക്ക് 1000. അത് അമ്മൂന് എത്ര? 100. എനിക്ക് 1000. അമ്മയ്ക്കോ? രാജാവ്. ഞാൻ കള്ളനാണ്. ഇവിടെ ശരിയാക്കാം. അമ്മയ്ക്കോ? രാജാവ്. എത്ര? 500. മന്ത്രിക്ക് 1000, രാജാവിന് 500. അച്ഛൻ ആ ഇട് ഇട് ഇട്. ആരാ പോലീസ്? പോലീസാരാ? നീ എന്തോ കാണിക്കില്ലേ? പോലീസ് ആരെങ്കിലും ആരെങ്കിലും ആണോ പോലീസ്? അപ്പൊ നീ തന്നെ അമ്മൂസിന് എന്നെ പോലീസിന് കിട്ടും. കള്ളനെ കണ്ടുപിടി. മക്കളെ ഇതിനകത്ത് ആരെ കള്ളന്ന് പറ. നീ ഇരിയോടെ. ആ, കിട്ടി കിട്ടി, കുഞ്ഞിന് സമ്മാനം കിട്ടി. ഇതിന് സമ്മാനം. കണ്ടുപിടിച്ചു. രാത്രിക്ക് എത്ര? ഞാൻ രാജാവ് തന്നെ. എപ്പോഴും ഞാൻ രാജാവ്. രാത്രിക്ക് എത്ര? രാഗിനി തന്നെ. അമ്മയ്ക്ക് 1000. 1000 കൊണ്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ. എന്നാലും നിന്നെ കണ്ടുപിടിച്ചല്ലോടാ. അമ്മ താ. എന്നെ പിടി. അമ്മേ. നീ അമ്മ ഒരെണ്ണം എടുത്താ മതി. എങ്ങോട്ട് ഇടണം? ഇതിലോട്ട് ഇട്. വീടില് കാണുന്നില്ല, അല്ലേ? നിങ്ങൾ മാറും. ഇവിടെ രാമും മതി. സൈഡിൽ ഇരിക്കും. ആക്രാന്തം കാണിക്കണ്ട. ദൈവം എനിക്ക് വേണ്ടി വെച്ചേക്കുന്നു. അമ്മ ക്യാമറയിൽ മാറിയില്ലേ? പോലീസാണോടി? ആദ്യക്ക് ഒന്നും വേണ്ട. ആരതി പോലീസ്? അപ്പൊ അമ്മ ഏതാ? ഇതാണ് പോലീസ്. വളരെ കണ്ടുപിടി. ഈ കൊച്ചു പോലീസ് ആവും തോന്നുന്നുണ്ട്. എപ്പോഴും പോലീസ് എനിക്ക് കിട്ടും. പാവത്തിന് കണ്ടുപിടിക്കണം ആരാ കള്ളൻ. മുമ്പേ കുഞ്ഞ് വിന്നർ അല്ലായിരുന്നു. മക്കൾ നമുക്ക് 100 രൂപ കിട്ടും. എപ്പോഴും ഒരാൾ നിന്ന് ചിലപ്പം വരുന്നില്ല. അതെ അതെ. വേറെ ആൾക്കാരായിരിക്കും. മോഹച്ച് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. അമ്മയല്ലേ? അവൻ തന്നെ. ഞാൻ രാജാവ് രാജാവ് കള്ളൻ 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 കള്ളൻ. ആരാണ് രാജാവ്? കാട്ടിലെ രാജാവ്. കള്ളൻ. കള്ളൻ. നീ തന്നെ കള്ളൻ. നീ എന്തിനാ കാണിച്ചു? പോലീസ് സമയം മാത്രമേ അറിയാവൂ. ഇത് കുഞ്ഞിന് പറഞ്ഞു കൊടുത്തില്ല. എനിക്ക് 100 നിനക്ക് മുട്ട. ഒന്നും കൂടി ഇടാം നമുക്ക് ഈ കളി. കുഞ്ഞിനെ അറിയാത്തതുകൊണ്ടാ. അടി അച്ഛൻ പോകുന്നത് ഉറങ്ങാൻ. 1000 രൂപ ഞാൻ സ്വന്തമാക്കും. 10 മണി വരെ നാളെ രാവിലെ 10 മണി വരെ ഇരുന്നാൽ 1000 രൂപ കിട്ടും. അല്ലെങ്കിൽ ആ പൈസ ഞാൻ അതെനിക്ക് അമ്മയോടും പറയുന്നുണ്ട്. അമ്മയും ഇരിക്കണം. അത് ഞാൻ ഇരുന്നില്ലെങ്കിലും ആർക്ക് വേണേലും വേണമെങ്കിൽ ഔട്ടായി പോവാം. ഉറക്കം വരുവാന്ന് നമുക്ക് പോവാം. പക്ഷെ പിന്നെ ആണെങ്കിൽ 10 മണിയാ. ഞാൻ CCTV ഓൺ ചെയ്യും. CCTV ഓൺ ചെയ്യും. ഞാൻ കണ്ടുപിടിക്കും. കളിക്ക്. കളിച്ച് തീർന്നു. മതി. മതി. ബോറടിച്ചു തുടങ്ങി. എനിക്കും ചെറുതായിട്ട് ഉറക്കം വരുന്നു. ഇവര് പറഞ്ഞു ഉറക്കം പോകും. 11 മണിയായിട്ടേ ഉള്ളൂ എനിക്ക് ഉറക്കം വരുന്നത്. ഞാൻ എന്നും 12 മണിക്ക് വരെ ഇരിക്കുന്നതാണ് ഫോൺ നോക്കി. പക്ഷെ ഇന്ന് എനിക്ക് ഉറക്കം വരുന്നു. ഇങ്ങനാണോ അമ്മ ഇരിക്കണ്ടേ? ഇത് ചെയ്യാൻ ഉറക്കം വരുന്ന കള്ളു കുടിച്ചോലൊക്കെ ഇരിക്കുന്നു. സത്യം എനിക്കും മയക്കവേ. കള്ളനും പോയി കളിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ കള്ളനായി. നന്ദൂരും അമ്മൂസിന്റെ ഒരു പ്രശ്നമില്ല അല്ലേ? നോക്കിയേ, ഞാൻ ഉറങ്ങുന്നല്ല ഗായ്സ്. ഞാൻ ഉച്ചയ്ക്ക് അവരെന്തിനു നോക്കുക, അവരെന്തിനു നോക്കുക, ഒരു പ്രശ്നമില്ല. കണ്ടു മടക്കുണ്ടാകും. അതൊക്കെ ഉറക്കം വരുന്നു. ഇങ്ങനെ ഉറങ്ങി എങ്ങനെയാ എന്നെ കണ്ടു പഠിക്കും. അമ്മ എന്നാ തോന്നും. ഞാൻ അമ്മ നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നു. സ്കൂളിൽ ക്ലാസ് വെച്ചല്ലോ. സ്കൂളിംഗ് ക്ലാസ് എങ്കിലും വെച്ചിട്ടൊന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. അത് നടന്നില്ല. നല്ല അതിബുദ്ധി. 1 മണിക്കൂറായിട്ടുള്ള എല്ലാരും ചത്ത് കുത്തി നിക്കുക. എന്ത് 11 മണിയാ കാണിക്കും. 11 മണിയായി. എന്നിട്ടും 1 മണിക്കൂറായിട്ടുള്ള ചിന്ത ചെയ്യാൻ ഭയങ്കര ക്ഷീണമെന്ന്. 1000 മാറ്റി 10,000 ആക്കിയാലോ? പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. നല്ല ഉറക്കം വരുന്നു. അമ്മ 11 മണിയായിട്ട് 2 മണിയിലാവണം. പക്ഷെ എനിക്ക് നല്ല ഉറക്കം വരുന്നു.
നിങ്ങൾക്കോ? അമ്മൂസിനോ? എന്നാ നിങ്ങൾ 3 പേരും കളിക്കും. ഞാൻ CCTV ഓൺ ചെയ്തിടാം. ആരാണ് ഇവിടെ കളതരം കാണിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചോളാം. രാവിലെ 10 മണി വരെ ആരാണോ ഉണർന്നിരിക്കുന്നത് അവർക്കാണ് ഫസ്റ്റ് പ്രൈസ്. അമ്മ പോന്ന് ഞാൻ വിചാരിച്ചിട്ടാ. ഈ അച്ഛന് പിന്നെ എനിക്കിതില്ലായിരുന്നു. അതൊക്കെ ഞാൻ ഇടും. പാതറക്കത് അത് ഞാൻ ഇവിടെ എന്തെങ്കിലും കൊണ്ടുവയ്ക്കാം. ഇത് പോരണ്ടി ഇതിനെ നിങ്ങൾക്ക് ഇതിനുറക്കമില്ല കേസ് കൊച്ചു സാധനത്തിന്. പൈസ എന്റെ തരുന്നില്ല. അമ്മൂനെ ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പൈസ തരാം. എന്ത് പൈസ? അപ്പൊക്കെ ഞാൻ ഉറങ്ങാൻ പോവാ. പൈസ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു എനർജി വരും. അത് വേണ്ട, എന്റെ കയ്യിൽ തന്നെ ഞാൻ തന്നിരിക്കും. 10 മണി അമ്മ അമ്മയ്ക്ക് CCTV ഓൺ ചെയ്യാം. അമ്മയ്ക്ക് 1000 രൂപ വേണ്ടേ? എടാ ഒന്ന് മിണ്ടായി. അമ്മയ്ക്ക് 1000 രൂപ വേണ്ടേ? ഉറങ്ങണ്ട. അങ്ങനെ ഗൈസ് ഞങ്ങള് മാത്രമായി വെറും ഗൈസ് വെറും 11-15 ആയതേ ഉള്ളു ഗൈസ്. അതിനു മുന്നേ അവര് പോകുന്നു. എന്താ അല്ലേടാ? ഇവർക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താന്നറിയോ? ഇവർക്ക് ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. ഇവര് 10 മണിക്കല്ലേ കിടന്നുറങ്ങുന്നേ. അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്താ ഇവര് ഉടനെ കിടന്നറിയാവോ? ഇവർക്ക് ഈ ഇതില് പങ്കെടുക്കാനും പറ്റത്തില്ല. അതല്ല പിന്നെ അമ്മയ്ക്ക് എന്താ ഈ പിള്ളേരെ നമ്മൾ ഒറ്റക്കാണേ ചെയ്യട്ടെ. എന്താ വെച്ചില്ല അമ്മ പറയാം. ഈ പിള്ളേരെ ഒറ്റ ഞങ്ങൾ ചെയ്യട്ടെ എന്ന് അമ്മ വിചാരിച്ചതാണ് ഗൈസ് ഈ കൊച്ചു പറഞ്ഞത്. ആണോ? അങ്ങനെയാണോ ഉദ്ദേശിച്ചേ? ആ ശരി, കഴിഞ്ഞ് നിന്റെ റോള് കഴിഞ്ഞ്. നീ പറ. എന്തോ പറയാനാ? വേണ്ട ഉറക്കം പോ. എനിക്ക് 1000 രൂപ ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന് അതിനെ ബാധിക്കും അല്ലേ? ഔട്ടാക്കിട്ട് ഇതിനു മുമ്പേ 3 വട്ടം ഉറങ്ങായിരുന്നു. അത് 3 വട്ടം. ഇത് 4ാമത്തെ വട്ടം ഉറങ്ങിയിരിക്കരുത്. അല്ല നീ എന്താ ഉറങ്ങിയിരിക്കുന്നേ? എനിക്ക് പൈസ വേണ്ടേ? 2000 രൂപ. 2000 രൂപയല്ലല്ലോ ഇതിന്. 3000 രൂപ. 3000 രൂപയോ? കൊണ്ട് പോകുന്നത് നല്ലൊരു ഓർമ്മ പൊളിക്ക്. ഗൈസ് ഞങ്ങള് TV-യിൽ ഞങ്ങളുടെ ക്യാമറ തന്നെ ഇട്ടിട്ട് കണ്ടോ? എന്നെ കണ്ടോ? ഇട്ടിട്ടിരിക്കുക ഇല്ലേ? അവര് ഉറങ്ങി കേട്ടോ. അവരുറങ്ങിട്ട് ഒരു 10-15 മിനിറ്റ് ആയി. എന്താ ഈ കളിയിൽ നമ്മളെ ജയിക്കും. ഒരെണ്ണം ചേട്ടന്, ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം ഇല്ലെങ്കിൽ അമ്മേന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം തരും അല്ലേ? എന്തോർമ്മ? പൈസ. അതെ അതെ. 11:30. ഇവിടെ ഇനി എത്ര നേരം നമ്മൾ ഇരിക്കണം? എനിക്ക് 1000 രൂപ വേണം. ഒരു മണിക്കൂർ അവിടെ അവരിരുന്നിട്ടുള്ള കൈസ്. ഉടനെ പോയി. ആദ്യം പറയട്ടെ, നമ്മൾ 3 പേര് ജയിക്കുവാണെങ്കിൽ മറ്റേ പൈസ ഇല്ലേ അത് ഒരെണ്ണം നിനക്ക്, അതൊരെണ്ണം എനിക്ക്. കണ്ടോ കണ്ടോ? നമുക്ക് കുറച്ച് കടമാണ്. ഇതുകൊണ്ട് പുറകിലും കണ്ടില്ലേ? സ്ലീപ്പർ ഹീറോയാ. എടാ നമുക്ക് കുറച്ച് വെളിയിൽ പോയിരിക്കാം. നീ വാ അമ്മു. നിന്നെ ആര് വിളിച്ച്? ഞങ്ങൾ കുറച്ച് വെളിയിരിക്കാൻ വിചാരിച്ചു കേട്ടോ. ഭയങ്കര ഒരു ബോറടി ഫീൽ ചെയ്യുന്നു. കാരണം TV കാണാൻ പറ്റില്ലല്ലോ. കാണിക്കോന്നൊക്കെ കിടക്കും ഗൈസ്. മണി എന്താ? മണിയുണ്ട് ഇപ്പൊ താരെ അവിടെ. എന്താടി? ആ ഊഞ്ഞാലിന്റെ അവിടെ ഇല്ല, അവിടെ മണിയുണ്ട്. മണിയോ? ഓ മറ്റേ ഒരു ഇങ്ങനെ സൗണ്ട് കാണത്തില്ല. നീ എന്തായാലും കണ്ടോടാ? ഈ പേടിത്തോണ്ട നീ അമ്മുങ്ങ് വാ. തണുപ്പ് വെളിയിൽ കേട്ടോ. കുറുവാസം ഉണ്ടോ? പേടിപ്പിക്കാതെടാ. കുറച്ചേരം ഇരിക്കട്ടെ. അമ്മുങ്ങ് വാ. കുറച്ചേരം കേസ് ഇവിടെ ഇരിക്കട്ടെ. കുറച്ച് ഇരുന്നിട്ട് അവൻ അകത്തു. അത് ക്യാമറയിൽ എങ്ങനെ ഗൈസ് ഞങ്ങളെ ബെഡ്റൂം ആക്കി. ക്യാമറയിൽ നോക്ക്. അപ്പൊ ഇങ്ങനെയാണ് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്താൽ കാണുന്നത്. ക്യാമറ കണ്ടോ? അമ്മു
ഉറങ്ങി ഓട്ടായി അമ്മ ഓട്ടായി. ഇനി ഇവനെയും കൂടെ മാത്രം ഇറക്കിയാ മതി എനിക്ക്, നിന്നെയും കൂടെ മാത്രം. ഇപ്പം ഗായ്സ് 1 മണിയായിട്ട് സമയം. നീ കൂടെ മാത്രം ഒന്ന് ഔട്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും നോണ്ട റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടേ. ഇപ്പോഴും ഉറങ്ങാതിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഉറക്കമൊന്നും വരുന്നുണ്ട്, സീരിയസ്ലി പറഞ്ഞിട്ട് ഉറക്കമൊന്നും വരില്ല. അവരൊക്കെ ഉറങ്ങി ഗൈസ്, അവരൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇരിക്കും കേട്ടോ. അവനെ അവിടെ ഇരിപ്പുണ്ട്, അവനെ കാണിച്ചു തരാം. അവനും ഉറങ്ങിയിട്ടില്ല. എവിടെ പോയിട്ടാണ് ഉറങ്ങടാ, ഉറങ്ങിയിരുന്നൂടാ. ടി വി കണ്ടിരിക്കുക. സമയം 2 മണിയാവുമ്പോ, 2 മണി ആയതേ ഉള്ളൂ. ഈ കട്ടിൽ കാണുമ്പോ എനിക്ക് ഒന്ന് ചാടി കിടക്കാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ കിടന്നു കഴിഞ്ഞാ ഉറങ്ങും. ഉറങ്ങടാ പോയിന്ന്. ഇവിടെ കട്ടിൽ കാണുമ്പോ എനിക്ക് ചാടി കിടന്ന് ഉറങ്ങാൻ ഇറക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരു തരത്തിൽ ഉറങ്ങത്തില്ല എന്ന് വെച്ചോണ്ടിരിക്കുക. ടി വി തന്നെ കണ്ടോണ്ടിരുന്നാലേ അതിനൊരു കുമ്മില്ല, മനസ്സിലായോ? സമയം 2 മണി. അതെ, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എന്റെ റോസിയും ഗോൾഡ് റോക്സ് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്തു. ഗോൾഡ് റോക്സ് പൊട്ടമായി ഇറങ്ങിയിട്ടുണ്ട് ഇവനെ പോലെ. കണ്ണാപ്പിയൊക്കെ ഉണ്ട്, 5 ഫ്രണ്ട്സ് സപ്രിയൊക്കെ ഉണ്ട്, 5 ഫോളോവേഴ്സ് ഉണ്ട്. 5 ഫോളോവേഴ്സ് അങ്ങനെ. അപ്പം കാണുന്നത് ഫോളോ ചെയ്ത് ഇവനെ സപ്പോർട്ട് ചെയ്യും. ഇവനെ റെഡ് കളർ ഒരു ചെറുങ്ങി ഇങ്ങനെ ഇരിക്കുന്ന. ശരി ശരി. നീ ഉറങ്ങിയിരിക്കുന്നുണ്ടോ? നീ ചെയ്തിട്ട് 3 വട്ടം ഉറങ്ങിയത്. 3 വട്ടമേ ഉള്ളോ? എന്താ 3 വട്ടം ആക്കിയത്? 5-6 വട്ടമൊക്കെ. എടാ നീ കിടന്ന് ഉറങ്ങി, നിന്റെ ഹെൽത്താണ് എനിക്ക് മുഖ്യം. എന്റെ ചേച്ചിയുടെ ഹെൽത്ത് എനിക്ക് മുഖ്യം. അത് ഞാൻ ഇങ്ങനെ പഠിക്കാതെ കുറെ നേരമല്ല, പഠിച്ചുകൊണ്ട് കുറെ നേരം ഇരുന്നിട്ടുണ്ട് രാത്രി. ഞാൻ രാത്രി പഠിക്കുവാണെങ്കിൽ തന്നെ രാത്രി പഠിക്കില്ല. 2 മണിയായിട്ടും ഒരു കൂസലുമില്ലാതെ ഞങ്ങൾ 2 പേരും ഒരുങ്ങിയും കെട്ടിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഇനി ടി വി കാണക്കില്ല കേട്ടല്ലോ. ഈ ടി വി ആണെങ്കിൽ ഉറങ്ങാത്ത ഇവനെ എനിക്ക് എങ്ങനെയും ഓർക്കണം. ചേച്ചി മട കിടന്നുറങ്ങിയത്. എനിക്ക് ഉറക്കം വരുത്തിണ്ടെന്ന് മനസ്സിലായി. ഞാൻ 5 മണി വരെ കുത്തിയിരിക്കും. അടുത്തിട്ട് നമ്മുടെ മകനെ മാഗി ഉണ്ടാക്കാൻ പോവാ. ഞാനും കൂടെ തിന്നും. വിശക്കുന്നില്ലേ? വിശക്കുന്നില്ല, നിനക്ക് കൂട്ടിന് ഞാൻ തിന്നാം. ഓക്കെ, അയ്യോ, നമ്മൾ അത്ര മണിക്കൂറില്ലോ. ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് ഉറക്കമായിരുന്നു കേട്ടോ. ഇപ്പഴേ എനിക്ക് ഉറക്കം, ഇത്ര എനിക്ക് ഉറക്കം 7 മണിക്കൂർ. എന്താടാ ഇതിന് കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാണ്. നീ തോറ്റ്. എടാ എന്താടാ എനിക്ക്, എടാ എന്നെ പേടിപ്പിക്കുന്നടാ രാത്രി എല്ലാം. എടാ നീ തോറ്റ്, നീ തോറ്റ്, ഞാൻ ജയിച്ച്. ഇല്ലില്ല, നീ എത്ര നേരം നീ ഉറങ്ങിയറിയാം? ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, കാണിക്കാം. നീ എത്ര നേരം ഉറങ്ങിയറിയോ? ഒരു ചാൻസ് കാണിക്കാൻ നിന്നെ അവിടെ ഞാൻ എടുത്തു വെച്ചേക്കുന്നേ. ഉറങ്ങി നീ
ഇനി പറ്റത്തില്ല. സമയം എത്രയാന്ന് കാണിച്ചാൽ ഞാൻ 4:15 കഴിഞ്ഞ് ഇവ വന്നിട്ട് ഉറങ്ങി. ഞാൻ ജയിച്ചു ഗായ്സ്. ഞാനൊരു കില്ലാടി തന്നെ ഇല്ലേ. ഞാൻ ജയിച്ചു. ഞാൻ ഒരു പോളെ കണ്ണ് ഞാൻ അടച്ചിട്ടില്ല ഗൈസ്. അപ്പൊ അങ്ങനെ അവൻ തോറ്റു, ഞാൻ ജയിച്ചു. നാളെ 10 മണി വരെ ഇരിക്കാനൊന്നും വയ്യ. അവൻ തോറ്റല്ലോ. ലാസ്റ്റ് ഞാൻ പോയി ഉറങ്ങാൻ പോയി. എനിക്ക് അങ്ങ് ഉറക്കം വരുന്നു. ഇത്ര എങ്ങനെയൊക്കെ പിടിച്ചു. അവനങ്ങ് ഇവിടെ വന്ന് കിടന്നു കേട്ടോ. ഞാൻ നേരത്തെ ഇത് പറഞ്ഞ് ഉറക്കം വരുന്നില്ലായിരുന്നു പറഞ്ഞു. എന്നിട്ട് കിടന്നങ്ങ് തിരക്ക് ഉറങ്ങി. ഉറങ്ങിട്ട് നല്ലോണം ഉറങ്ങിയിട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചില്ല. വിളിച്ചപ്പോ ഈ ചെറുക്കൻ ചാടി വിട്ട് എന്നെ കൂടെ പേടിപ്പിക്കാൻ. ഞാൻ അങ്ങനെ വിളിക്കണ്ട, എത്തിക്ക് വിളിച്ചാൽ മതി. ഞാൻ ജയിച്ചു എന്നുള്ള ആവേശത്തിൽ ഞാൻ കയറി ഇങ്ങനെ വിളിച്ചതാ. എനിക്ക് ഉറങ്ങണം. എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ. എനിക്ക് മൈഗ്രെയിൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. തലവേദന ഒന്നും പറ്റത്തില്ല. തലവേദന വന്നില്ലെങ്കിൽ ഞാൻ നാളെ 10 മണി വരെ ഇരിക്കുന്നതായിരിക്കും. അങ്ങനെ ഞാൻ ജയിച്ചു ആയിരിക്കും. എനിക്ക് എന്തായാലും ഞാൻ ഉറങ്ങത്തില്ല. പിന്നെന്താ, അവരൊക്കെ നല്ല ഉറക്കത്തില്ല ഗൈസ്. അവരൊന്നും എണീറ്റില്ല. ആദ്യം അച്ഛൻ പോയി, പിന്നെ അമ്മ പോയി, പിന്നെ ഇപ്പൊ നന്ദു പോയി. ഇനി ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞാൻ തന്നെ കൊണ്ടുവന്നത്. കാരണം എനിക്കറിയാം ഇവരൊക്കെ കൂടുതൽ ഉറങ്ങേണ്ട കൂടുതൽ. ഞാനും ഉറങ്ങണ്ട. ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുവാ. ഉച്ചയ്ക്ക് ഉറങ്ങി എനിക്ക് വൈകിട്ട് രാത്രി ഉറക്കം വരത്തില്ല. അതായത് സംഭവം. പിന്നെ എന്താ വന്നാലും ഇത്ര നിറഞ്ഞിരിക്കത്തില്ല. അതിന് മുന്നേ ഞാൻ ഉറങ്ങുന്നതാണ്. തലവേനാണെങ്കിലും ഉറപ്പായിട്ടും ഞാൻ 10 മണി വരെ നാളെ ഇരിക്കും. എന്നിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് ഞാൻ ആ പൈസ വാങ്ങിയും കേസ്. അപ്പം അതൊക്കെ നമുക്ക് കാണാം. അങ്ങനെയൊക്കെ നേരം വെളുത്ത് 6 മണിയായി. മാത്രടെ ആയിട്ടില്ല കേട്ടോ കൈസ്. ഒരു കണ്ണട തൂക്കത്തോടെ 6 മണി കണ്ടിട്ട് എത്ര നാളായി. ഞാൻ 6 മണി കണ്ടിട്ട് എത്ര നാളായി. നമുക്ക് ടെറസിൽ പോയി നോക്കാം കേട്ടോ. തൊണ്ടയൊക്കെ പോയി. എന്ത് രസമാണ്. കിളിയുടെ ഒക്കെ സൗണ്ട് ഉണ്ട് കേട്ടോ. ഞാനിത് എന്താ ഈ നേരം വെളുക്കാത്തേന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നേരം വെളുത്ത് സമാധാനമായ ബാക്ക് വ്യൂ ഉണ്ട്. എന്തൊരു ഭംഗി. സത്യം പറഞ്ഞാൽ ഈ 6 മണി കണ്ടിട്ട്, 6 മണി രാവിലെ പ്രഭാത കാഴ്ചകളെ കണ്ടിട്ട് മാസങ്ങളായി. സത്യമായിട്ട് ഞാൻ എണീക്കത്തില്ല രാവിലെ. ഞാൻ ഉച്ചയൊക്കെ ആകുമ്പോഴേ എണീക്കത്തുള്ളു. അതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. നല്ല ഭംഗിയുണ്ട്. ഞാൻ രാവിലെ എണീക്കാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്ഥലം. കാടിന്റെ നടുക്കൊരു ചെറിയ വീട്. എന്താ ഭംഗി. ഒരു ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ചായ അല്ല, ബൂസ്റ്റ്. എനിക്ക് ബൂസ്റ്റ് കേട്ടോ ഇഷ്ടം. ചെറുതായിട്ട് വീഴാനൊക്കെ പോകും. ഉറങ്ങി വീഴുന്നാണ്. അവനൊക്കെ 4 മണിക്കേ പോയി. ഞാൻ മാത്രമേ ഉള്ളു ഇരിക്കുന്നത്. എന്തോ പറയുന്ന. അവൻ 4 മണിക്ക് ഞെട്ടി. അവൻ ഉറങ്ങിയാന്. അതിന് വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൻ മറ്റേ ഇതിന് എന്താ ബാധ കയറിയ പോലെ ഇത് കാണിച്ചോണ്ടിരിക്കുകയായിരുന്നു ചെറുക്കൻ. ഉറങ്ങി എണീറ്റ് വന്നേക്കുവായി. കൊല്ലി പറഞ്ഞിട്ട് പോയ ആൾക്കാരാ. ഞാൻ ഉറങ്ങിയിട്ടില്ല ഒരു പോളെ കണ്ണുപോലും. നിനക്ക് ഉറങ്ങാതിരിക്കാൻ അറിയാം. എനിക്ക് ഉറങ്ങണം 10 മണി കഴിഞ്ഞിട്ട്. എന്റെ പൈസ തന്നില്ല. ഞാൻ കഷ്ടപ്പെട്ടിരിക്കുവാ. എന്റെ സൗണ്ടൊക്കെ മാറിയുണ്ടോ? എന്താ പറയുന്നത്? ഭ്രാന്തെന്ന് കൊണ്ടുവന്ന ആളാ ചാലഞ്ച്. എന്നിട്ട് ഏതോ വഴി പോയി. ഞാൻ രാവിലെ പോയി സൺസെറ്റ് ഒക്കെ എടുത്ത് അറിയോ. ചായ കുടിച്ച് 7:30 ആയതേ ഉള്ളു. നമുക്ക് ചാലഞ്ച് നിർത്തിയാലോ? ഞാൻ എന്തായാലും ഇരിക്കും. 10 മണിയാവുമ്പോ ഇത്രയും നേരം ഞാൻ കഷ്ടപ്പെട്ടതിന് ഒരു ബലം കാണുന്നു. ഇല്ലേ? ഉണ്ടേ
10 മണി എന്റെ 10 മണിയാവി 2 മിനിറ്റ് കൂടെ 2 മിനിറ്റ് കഴിഞ്ഞാൽ എന്റെ പ്രൈസ് വാങ്ങിച്ച് ഞാൻ കട്ടിലേക്ക് പോകുന്നതായിരിക്കും. കണ്ണടച്ചത് ഞാൻ ഇനി കണ്ണടക്കാതെ എങ്ങനെയായിട്ട് ജീവിക്കുന്നേ? അമ്മൂസിന്റെ നിങ്ങൾ എന്തായാലും ഓടിച്ചുവിട്ടില്ലേ? ഇല്ലില്ല, അവള് തന്നെ വന്നു. അവൾ ഇവിടെ നിന്ന് ഉറങ്ങി, എന്നിട്ട് അങ്ങ് പോയി. നന്ദു രാത്രി ബാധ കയറിയമ്മ. 10 മണിയായി. താങ്ങിട്ട് ഏത് ട്രോയ്ക്കകത്ത് എന്റെ 1000 രൂപ. കണ്ടോ വെറുതെ 1000 രൂപ ഇങ്ങോട്ട് നന്ദിയുണ്ട്. നമുക്ക് എന്നും ചാലഞ്ച് ചെയ്യാം കേട്ടോ അമ്മ, അങ്ങനെ കോടീശ്വരി ആവണമെങ്കിൽ. അപ്പൊ ഇനി എപ്പോ നീ ഇനി എന്നെ വിളിക്കരുത്, എന്നെ ആരും ശല്യം ചെയ്തില്ല. ഞാൻ ഒറ്റ ഉറക്കത്തിലേക്ക് പോകുമ്പോ ഇനി നോക്കണ്ട ഗൈസ്, ഞാൻ ചത്തിയാണ്. ഇനി അടുത്ത ഇതിലേക്ക് കാണുമ്പോൾ അറിയത്തില്ല. തലവേദന എനിക്ക് കിടക്കുന്നു കേട്ടോ. ഞാൻ എന്നെ ഉച്ചക്ക് ഉറങ്ങുന്നതിനെ പറ്റി അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അതെന്ത് പറയാനുള്ളത്? സ്ഥിരമായിട്ട് ഉച്ചവരെ നാളെ നമുക്ക് അടുത്ത ചാലഞ്ച് ചെയ്ത് ഞാൻ 1000 രൂപ കൊണ്ടുപോകും. ഓക്കെ ചേട്ടല്ലേ? ഇനിയുടെ ചാലഞ്ച് ഇല്ല. അങ്ങനെ പറയരുത്, കണ്ടന്റ് ഉണ്ട്. ഫുഡ് കഴിക്കാതിരിക്കുന്നതിന്റെ ആണെങ്കിലും നീ തന്നെ എനിക്ക് മിഞ്ച്. നമുക്ക് അത് ചെയ്യാവേ. അമ്മൂന് എന്തെങ്കിലും പറയാനുണ്ടോ? പുച്ഛം വെറും പുച്ഛം. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്ന വരെ ബൈ. ബൈ.